സദൃശ്യവാക്യം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്ന ചിലരുണ്ട്. വളരെ ധനമുണ്ടായിട്ടും ദരിദ്രം എന്ന് നടിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല പ്രഭാതത്തെ വീണ്ടും കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, ദൈവത്തിന്റെ ആത്മാവ് രണ്ട് രീതിയിലുള്ള മനുഷ്യരെ നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുന്നു. രണ്ടുപേരും തൊഴിലൊന്ന് തന്നെയാണ്, നടനം, നാട്യം. രണ്ട് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. ഒന്ന്, ധന്യ കുടുംബത്തിൽ, ധനികനായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതായ ദരിദ്രൻ. രണ്ട്, ദരിദ്രനായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതായ ധനികൻ. രണ്ടും അഭിനയമാണ്, നാട്യം. അവർക്ക് ഈ ഭൂമിയിൽ ഒരവകാശവും ദൈവം വയ്ക്കുന്നില്ല, സ്വർഗത്തിലും വയ്ക്കുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ കടന്നു ഒളിച്ചോടി യാഥാർത്ഥ്യമല്ലാത്തതായ കാപട്യങ്ങളിലേക്ക്, നടനങ്ങളിലേക്ക് അവരുടെ ചര്യകൾ നിവർത്തിച്ച് അവർ അങ്ങനെ സായുജ്യമടഞ്ഞ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ വഴിയരികിൽ കിടന്ന് മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പോലീസ് അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ എവിടെ നിന്ന് വന്നവനാണെന്നൊക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ ശരീരം മോർച്ചറിയിൽ വെച്ചിട്ടൊരു അന്വേഷണം നടത്തി. അപ്പോഴാണ് മനസ്സിലായത്, ഒരു ധനികനായ കുടുംബത്തിൽ നിന്ന് എവിടുന്നോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പട്ടണത്തിൽ വന്ന് താൻ ഭിക്ഷയാചിച്ച് കിടന്ന് രാത്രിയിൽ തന്റെ അവസാന നാളുകൾ കുറിക്കുകയുണ്ടായി. തന്റെ താൻ ചുമന്നുകൊണ്ട് നടന്നായ പാണ്ടക്കെട്ട് മുഴുവനും ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് താൻ ചുറ്റി നടക്കുകയായിരുന്നു. പഴകിയ തുണിയും കീറിപ്പറിഞ്ഞതായ വസ്ത്രങ്ങളുമൊക്കെ ആ പാണ്ടക്കെട്ടിൽ ഉണ്ടായിരുന്നു. നല്ലൊരു വസ്ത്രം മാന്യമായി ധരിക്കുവാനും നല്ലൊരു ഭക്ഷണം തന്റെ സമ്പാദ്യത്തിൽ നിന്നും തന്റെ അപ്പന്റെ സ്വത്തിൽ നിന്നും ഭക്ഷിക്കുവാനും മാന്യന്മാരോടുകൂടി ഇടപെടുവാനും തനിക്ക് വിധിയില്ലാതെ താൻ നാട്യമായി തന്റെ ജീവിതം അവസാനിപ്പിച്ച ചിലരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ ആദ്യം മുതലുണ്ട്. എന്നാൽ വേറെ ചിലരുണ്ട്, അവർ ദരിദ്രരാണെങ്കിലും അവരെപ്പോഴും ഒരഹങ്കാരം അവരുടെ മനസ്സിൽ, അവൻ ധനികനാണെന്നുള്ളതായ ഒരു പ്രിറ്റൻഷൻ, ഒരു ചിന്ത, ഒരു അഭിനയം. മറ്റുള്ളവരെ അനുസരിക്കാതെ ധിക്കരിക്കുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും അഹംഭാവത്തോടെ നടക്കുകയും ഭൂമിയിന്മേൽ ഇടിച്ചിടിച്ച് അവരുടെ കാൽപാദങ്ങൾ വെക്കുകയും ഒക്കെ ചെയ്യുന്നതായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെ കുറിച്ചെല്ലാം വേദപുസ്തകത്തിൽ വളരെയധികം സംസാരിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. സഭാപ്രസംഗി ദൈവത്തിന്റെ വചനത്തിൽ തന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തുന്നത്, ഒരു മനുഷ്യന് അവൻ സമ്പാദിക്കുന്നതായ സമ്പാദ്യങ്ങളും അവന്റെ അധ്വാനങ്ങളും ഒക്കെയും അത് ഭക്ഷിക്കുവാനും സമാധാനത്തോടെ ഭക്ഷിക്കുവാനും അത് രുചിയോടെ അവനത് ആഗ്രഹിച്ചതിന് ശേഷം ലോകത്തിൽ മാന്യനായി ജീവിച്ച് നല്ലൊരു അവസാനം കൊള്ളുവാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം തരുന്ന ധനവും ഐശ്വര്യവും അനുഭവിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം ലഭിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം. അപ്പോൾ ദൈവം നമുക്ക് തരുന്നതായ കാര്യങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നത് ഒരധികാരമാണ്. അത് ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ദൈവം ആ ദാനത്തെ കൊടുക്കുന്നില്ല. അതിനുശേഷം സഭാപ്രസംഗി പറയുന്നത്, സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം: ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു, എങ്കിലും അത് അനുഭവിപ്പാൻ അവൻ അധികാരം കൊടുക്കുന്നില്ല. അതൊരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഇറ്റ് ഈസ് ആൻ എവിൾ ഡിസീസ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു രോഗമാണ്. അത് ചികിത്സിക്കുവാൻ കഴിയാത്തതായ, ഏത് പ്രാർത്ഥനയിൽ പോയിരുന്നാലും ശരി, ഏത് ആത്മാവിൽ നിറഞ്ഞാലും ശരി, ഏത് സുവിശേഷത്തെ കേട്ടാലും ശരി, ഏത് കൂട്ടായ്മയോട് ചേർന്ന് പോയിരുന്നാലും ശരി, ഈ ഡിസീസിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് അവനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം കൊടുക്കുന്നതായ ഐശ്വര്യങ്ങളിലൊക്കെയും നന്ദിയില്ലാത്തൊരു ഹൃദയം. ഇനി നമുക്ക് കർത്താവിങ്കിലേക്കൊന്ന് വരാം. കർത്താവിന്റെ ജീവിതം എന്തായിരുന്നു? താൻ ഒരു വഴിത്തലയ്ക്കൽ അല്ലെങ്കിൽ ഒരു പുൽത്തൊട്ടിയിൽ ജന്മം കൊണ്ട ഒരു വ്യക്തി
തീർച്ചയായിട്ടും തന്റെ അമ്മയുടെ ഭവനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം പലയിടങ്ങളിലും പ്രകീർത്തിക്കുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും യോസേഫിന്റെ ഭവനത്തെക്കുറിച്ചൊന്നും വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നില്ല. കുറച്ചുനാൾ ബേത്ലഹേമിൽ പാർത്തു, കുറച്ചുനാൾ മിസ്രൈമിൽ പാർത്തു, കുറച്ചുനാൾ ഗലീലയിൽ പാർത്തു, കുറച്ചുനാൾ കഫർനഹൂമിൽ പാർത്തു. എവിടെയൊക്കെയോ മാറി മാറി താമസിച്ചതായ ഒരു ജീവിതം. സ്വന്തമായിട്ടെന്ന് പറയാൻ, പ്രശംസിക്കുവാൻ ഒന്നുമില്ല എങ്കിലും യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ഭക്ഷണത്തിൽ അവൻ മാന്യന്മാരോടുകൂടെയായി. അവന്റെ സംസാരത്തിൽ അധികാരമുള്ളവനായിട്ടാണ് അവൻ സംസാരിച്ചത്. അവന്റെ മരണത്തിൽ സമ്പന്നരോടുകൂടെ അവന്റെ സംസ്കാരം അവന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ മാന്യതയും അധികാരവും അവസാനത്തെ നമുക്ക് കിട്ടുന്നതായ മരണത്തോടുകൂടെ കിട്ടുന്നതായ ആ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെയും ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി, ദൈവത്തിൽ പ്രത്യാശിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്ന വ്യക്തി, അവൻ വലിയൊരു ധനികനാകണമെന്നില്ല. അവൻ വഴിയമ്പലത്തിൽ ജീവിക്കുന്നവനായിരിക്കാം, അവൻ ദരിദ്രനായിരിക്കാം, സമ്പന്നനായിരിക്കാം, അവന് ധാരാളം സമ്പത്തുള്ളവനായിരിക്കാം. എങ്കിലും അവന്റെ സമ്പത്തിൽ അവൻ അഹങ്കരിക്കുന്നില്ലെങ്കിലും ആ സമ്പത്തിനെ അനുഭവിക്കുവാനും ഒരു വിധി, ഒരു ദാനം, ഒരു അധികാരം ദൈവം കൊടുക്കുന്നു. നമ്മുടെ വീടുകളിൽ, നാടുകളിലൊക്കെ നമ്മൾ ചില ഭവനങ്ങളെ നോക്കൂ. ധാരാളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സമ്പത്തുമുണ്ട്. പക്ഷെങ്കിൽ സന്ധ്യയാകുമ്പോൾ അവിടെ വലിയൊരു കലക്കമുണ്ടാകും. വെച്ച ആഹാരം രുചിയോട് ഒത്തുചേർന്ന് ഭക്ഷിക്കുവാൻ സാധിക്കാതെ ലഹളയും പ്രയാസങ്ങളും വഴക്കും വക്കാണവുമായി അവരുടെ സന്ധ്യ അവരോട് യാത്ര പറയുന്നു. ദുഃഖമാണ്. ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് ആ അമ്മമാർ, അവിടുത്തെ ഭരണം നടത്തുന്നവർ അല്ലെങ്കിൽ അതിലെ അംഗങ്ങൾ പലരും ആഗ്രഹിക്കും, ഇന്ന് രാത്രിയിൽ സമാധാനം വേണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, സമാധാനം നമ്മൾ അല്ലെങ്കിൽ സമ്പാദിക്കുന്നതായ സമ്പാദ്യം സമാധാനത്തോടെ അനുഭവിക്കുവാൻ, അത് നമ്മൾ തന്നെ അനുഭവിക്കാൻ, മറ്റൊരാളല്ല നമ്മൾ തന്നെ അനുഭവിക്കുവാൻ നമുക്ക് കിട്ടുന്ന അവകാശം ദൈവം തരുന്ന അധികാരമാണ്. അത് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. നമ്മുടെ ഭവനത്തിൽ ധാരാളം ഭക്ഷണം ഉണ്ടെങ്കിലും രുചി ദൈവം തന്നെങ്കിലേ നമുക്കത് ഭക്ഷിക്കാൻ കഴിയത്തുള്ളൂ. രുചിയില്ല എങ്കിൽ നമുക്കതിനെ ഭക്ഷിക്കാൻ കഴിയില്ല. ധാരാളം സൗകര്യങ്ങളുള്ളതായ ഭവനം നമുക്കുണ്ടെങ്കിലും ദൈവം നമ്മുടെ കൺപോളകൾക്ക് ഉറക്കം തന്നെങ്കിൽ മാത്രമേ ഉറങ്ങുവാൻ കഴിയുകയുള്ളൂ. ദൈവം തരുന്ന സമാധാനമാണ് നമ്മെ ജീവിതത്തിൽ സ്വസ്ഥതയുള്ളവരാക്കുന്നത്. ഇല്ല എങ്കിൽ വരുത്തിയിട്ടില്ലാത്തത് അല്ലെങ്കിൽ നാം തന്നെ വരുത്തി വയ്ക്കുന്നതായ അനേക രോഗങ്ങൾ നമ്മെ ബാധിക്കും. ഏത് രോഗമാണെന്നറിയാമോ? നമ്മൾ സമ്പാദിക്കുക, മറ്റുള്ളവരെ അനുഭവിക്കുക. നമുക്ക് തന്നെ നമ്മൾ അധ്വാനിച്ച സമ്പത്തിനെ രുചിയോടെ ഭക്ഷിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ. കഴിയാതെ വരുന്നതല്ല, കഴിക്കേണ്ടാത്ത ഒരു ചിന്താഗതി. ദാറ്റ്സ് എ ഡിസീസ്. അതൊരു രോഗമാണ്. എന്നാൽ യേശുവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ ഏറ്റവും മുൻപിൽ ഞാൻ എടുത്തു കാണിച്ചത്. കർത്താവിന്റെ ജീവിതത്തിൽ അവൻ ഒന്നുമില്ലാത്തവനായിരുന്നിട്ടും അവൻ ഭക്ഷിച്ചപ്പോൾ അവൻ മാന്യന്മാരോടുകൂടെ ഭക്ഷിച്ചു. അവൻ സംസാരിച്ചപ്പോൾ അധികാരമുള്ളവനായിട്ട് സംസാരിച്ചു. അവന്റെ അവസാനം സമ്പന്നരോടുകൂടെ ആയിരുന്നു. ഇത് ദൈവം ഒരു ഭക്തന് കൊടുക്കുന്നതായ അവകാശമാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നീ ലോകത്തിൽ ദരിദ്രനായിരിക്കാം, സമ്പന്നനായിരിക്കാം, എന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ ഒരു അധികാരം, ദൈവം തരുന്നതായ ദാനം നിനക്ക് മാന്യതയുള്ളവനായിരിക്കാനും, ഈ ഭൂമിയിൽ നീ നിന്നെക്കുറിച്ചുള്ളതായും നിന്റെ സമ്പത്തിനെ കുറിച്ചും നിന്റെ ഭവനത്തെക്കുറിച്ചും അധികാരമുള്ളവനായിരിക്കാനും, നിന്റെ അവസാനത്തിങ്കൽ നീ ബഹുമാന്യനായിരിക്കാനും ദൈവം നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ ദാനം. അങ്ങനെയുള്ള മനുഷ്യനാണ് ദൈവത്താൽ ആദരിക്കപ്പെടുന്നത്, ബഹുമാനിക്കപ്പെടുന്നത്. ക്രിസ്തീയ ജീവിതം അങ്ങനെ വലിയ മഹത്വകരമായ ഒരു ജീവിത സമ്പൂർണതയെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതിന് നാം ഓരോരുത്തരും അവകാശികളാകട്ടെ, നമ്മുടെ തലമുറകളും അതിന് അവകാശികളാകട്ടെ. നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരു അവകാശം നിലനിൽക്കുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.